form of some numbers are given below. Write each of them as a fraction with denominator 10, 100 or 1000. അപ്പോൾ കുറെ ഡെസിമൽ നമ്പേഴ്സ് തന്നിട്ട് അവരെ നമ്മൾ ഫ്രാക്ഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യണം. ഇപ്പോൾ ഡിനോമിനേറ്ററിൽ 10, 100, 1000 അങ്ങനെ 10 ലൈക്ക് 10ന്റെ മൾട്ടിപ്പിൾസ് വെച്ച് നമ്മൾ ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ ഇതിന്റെ ബേസിക് കാര്യം നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പഠിച്ചായിരുന്നു അല്ലേ? നമുക്ക് നോക്കാം. ഇവിടെ 3.7 എന്നാ തന്നിരിക്കുന്നത്. 3.7 എന്ന് പറയുമ്പോൾ ഒരു ഡെസിമൽ പ്ലേസ് ഉണ്ട്. അപ്പോൾ ഒരു ഡെസിമൽ പ്ലേസിനെ റെപ്രസെന്റ് ചെയ്യാൻ ഒരു സീറോ ഉള്ള നമ്പർ ആണ് ഡിനോമിനേറ്ററിൽ കൊടുക്കേണ്ടത്. ന്യൂമറേറ്ററിലോ ഈ ഡെസിമൽ പോയിന്റ് അങ്ങ് മാറ്റിയേക്ക്, മറന്നേക്ക്. ബാക്കി ആരാ ഉള്ളത്? 37. അപ്പൊ 37/10 ആണ് 3.7. ഇനി രണ്ടാമത്തെ തന്നേക്കുന്നത് 3.07. ഇവിടെ രണ്ട് ഡെസിമൽ പ്ലേസസ് ഉണ്ട് അല്ലേ? 1, 2. രണ്ട് ഡെസിമൽ പ്ലേസ് ഉള്ളപ്പോൾ രണ്ട് സീറോ ഉള്ള നമ്പർ ആണ് ഡിനോമിനേറ്ററിൽ കൊടുക്കേണ്ടത്. ന്യൂമറേറ്ററിലോ ഈ ഡെസിമൽ പ്ലേസ് ഇല്ലെന്ന് വിചാരിക്കുക. അപ്പൊ 307, അതായത് 307 ഡിവൈഡ് ബൈ 100 ആണ് 3.07. ഇനി മൂന്നാമത്തെ നമ്പർ തന്നിരിക്കുന്നത് 30.7 എന്നാണ്. ഇവിടെ ഡെസിമൽ പ്ലേസ് നോക്കണം. ഡെസിമൽ പ്ലേസിൽ ഒരെണ്ണമേ ഉള്ളൂ. അപ്പൊ ഡിനോമിനേറ്ററിൽ ഒരു സീറോ ഉള്ള നമ്പർ, അതായത് 10 കൊടുത്താൽ മതി. ഇനി ഡെസിമൽ പ്ലേസ് മാറ്റിയിട്ടിട്ടേക്കാം. അപ്പൊ 307 ഡിവൈഡ് ബൈ 10 ആണ് 30.7 എന്ന് വരുന്നത്. ഇനി നാലാമത്തെ നമ്പർ തന്നിരിക്കുന്നത് എങ്ങനെയാണ്? നാലാമത്തത് 3.72. ഇവിടെ എത്ര ഡെസിമൽ പ്ലേസസ് ഉണ്ട്? രണ്ടെണ്ണം. അപ്പൊ ഡിനോമിനേറ്ററിൽ രണ്ട് സീറോ ഉള്ള നമ്പർ, അതായത് 100 കൊടുക്കണം. ന്യൂമറേറ്ററിൽ 372. ഡെസിമൽ ഇല്ലെന്ന് വിചാരിച്ച നമ്പർ അങ്ങ് എഴുതിയേക്ക്. ഇനി അഞ്ചാമത്തെ നമ്പർ തന്നിരിക്കുന്നത് 37.2. 37.2. അപ്പൊ ഇവിടെ ഡെസിമൽ എത്ര പ്ലേസ് ഉണ്ട്? 1 പ്ലേസ് അല്ലെ? ഡെസിമൽ കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റാ ഉള്ളത്. അപ്പൊ ഒരു സീറോ ഉള്ള നമ്പർ, അതായത് 10 വേണം ഡിനോമിനേറ്ററിൽ. മോളിലാണെങ്കിലോ 372 എന്ന് കൊടുത്താൽ മതി. ഇനി അടുത്തതോ ആറാമത്തെ നമ്പർ ഇവിടെ തന്നിരിക്കുന്നത് 3.072 എന്നാണ്. ഇവിടെ ഡെസിമൽ പ്ലേസ് കഴിഞ്ഞിട്ട് 1, 2, 3 ഡെസിമൽ പ്ലേസസ് ഉണ്ട് അല്ലെ? 3 ഡെസിമൽ പ്ലേസസ് എന്ന് പറയുമ്പോൾ 3 സീറോ ഉള്ള നമ്പർ, അതായത് 1000 ആണ് ഡിനോമിനേറ്ററിൽ വരുന്നത്. ന്യൂമറേറ്ററിന് 3072. 3072, അതായത് 3072 ഡിവൈഡ് ബൈ 1000 ആണ് 3.072. ഇനി ലാസ്റ്റ് ഇവിടെ വന്നേക്കുന്നത് 30.72 എന്നാണ്. അതിൽ നമുക്ക് ഡെസിമൽ പ്ലേസസ് 1, 2 രണ്ട് ഡെസിമൽ പ്ലേസ് വരുമ്പോൾ രണ്ട് സീറോ ഉള്ള നമ്പർ ആണ് ഡിനോമിനേറ്ററിൽ കൊടുക്കേണ്ടത്. ന്യൂമറേറ്ററിൽ 3072 എന്ന് തന്നെ, 3072 എന്നാണ് വരുന്നത്. Write the decimal form of the fractions given below. ഇവിടെ കുറച്ച് ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കുറച്ച് പഠിച്ചതാ അല്ലെ? അതേപോലെ തന്നെയാണ് ഇവിടെ ന്യൂമറേറ്ററിൽ 51 എന്നാ തന്നിരിക്കുന്നത് അല്ലെ? അപ്പൊ 51 എന്ന് പറയുന്നതിൽ ഡെസിമൽ നമ്പർ ഡെസിമൽ പോയിന്റ് ശരിക്കും ഇവിടെ ഇരിപ്പുണ്ട്, നമ്മൾ എഴുതാറില്ലെന്നേ ഉള്ളൂ. ഇനി 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്പർ ചെറുതാവണം. അപ്പോൾ ഈ ഡെസിമൽ പ്ലേസ് ഒരു ജമ്പ്, അതായത് ഒരു ഡിജിറ്റ് പുറകോട്ട് പോകണം. ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരണം അല്ലെ? അപ്പൊ 5.1 എന്നാണ് വരുന്നത്. ഇനി 513, 513നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെയാണ് കേട്ടോ ഡെസിമൽ ഇപ്പൊ ഇരിക്കുന്നത്. അത് 10 എന്ന് പറയുമ്പോൾ ഒരു സീറോ, അപ്പൊ ഒരു ഡിജിറ്റ് പുറകോട്ട് പോകണം. അപ്പൊ 51.3 എന്നാണ് ഇവിടെ വരുന്നത്. 51.3. അടുത്തത് 513 തന്നെ, പക്ഷെ ഡിവൈഡഡ് ബൈ 100. 100 എന്ന് പറയുമ്പോൾ രണ്ട് ഡിജിറ്റ് പുറകോട്ട് പോകണം. ഇവിടെ വന്നിരിക്കുന്നു ഡെസിമൽ പോയിന്റ് അല്ലേ? 5.13 എന്നാണ് വരുന്നത്. അടുത്തത് പിന്നെയും 513 തന്നെ, പക്ഷെ ഡിവൈഡ് ബൈ 1000. 1000നകത്ത് 3 സീറോ ഉണ്ട്. ഇപ്പൊ 3 ചാട്ടം പുറകോട്ട് 1, 2, 3 ഇവിടെ വന്ന് കിടക്കും അല്ലെ? ഡെസിമല്, അതായത് 0.513. നമ്മൾ സാധാരണ ഒരു ഡെസിമൽ നമ്പർ പോയിന്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യത്തില്ല, അതിന് പകരം ഒരു സീറോ ഇട്ട് കൊടുക്കും മുന്നില്. അപ്പൊ 0.513 എന്നാണ് എഴുതാം. ഇനി അടുത്തത് 5130 ഡിവൈഡഡ് ബൈ 1000. 1000 എന്ന് പറയുമ്പോൾ 3 സീറോസ് ഉള്ളത് കൊണ്ട് ഡെസിമൽ പ്ലേസ് ഇവിടെയാണ് ശരിക്കുള്ള ഡെസിമൽ കിടക്കുന്നത്. അത് പുറകോട്ട് 1, 2, 3 3 ചാട്ടം ചാടും. അപ്പൊ 5.13 അല്ലെ? അത് എഴുതുമ്പോ 5.13 സീറോ എന്ന് എഴുതാം. ഈ സീറോയ്ക്ക് ഇവിടെ പ്രത്യേകിച്ച് വാല്യൂ ഒന്നുമില്ല, അതുകൊണ്ട് ഇത് 5.13 എന്നും എഴുതാം. ഇത് രണ്ടും കറക്റ്റ് ആണ്. A line 4.3 centimeters long was drawn and then extended by another 2.5 centimeters.
ഇത് കണ്ടോ, ഒരു 4.3 സെന്റിമീറ്റർ ഉള്ള ലൈൻ ഉണ്ടായിരുന്നു. അത് എന്ത് ചെയ്തു? അത് ഒരു 2.5 കൂടി എക്സ്റ്റെൻഡ് ചെയ്തു. ഹൗ മെനി സെന്റിമീറ്റേഴ്സ് ലോങ് ഇസ് ദ ലൈൻ നൗ? അപ്പൊ ഇപ്പൊ എത്രയുണ്ട് ടോട്ടൽ എന്നാ ചോദിക്കുന്നത് അല്ലെ? മൊത്തത്തിൽ എത്രയുണ്ടെന്ന് കിട്ടണമെങ്കിൽ വി ഹാവ് ടു ആഡ്. അപ്പൊ 4.3യുടെ കൂടെ 2.5 ആണ് ആഡ് ചെയ്യേണ്ടത്. ആണല്ലോ. ആഡ് ചെയ്യുമ്പോഴും സബ്ട്രാക്ട് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡെസിമൽ പ്ലേസസ് ഇങ്ങനെ വെർട്ടിക്കലി അലൈൻഡ് ആയിരിക്കണം, നേരെ മുകളിലും താഴെയായിട്ട് ഇരിക്കണം. എന്നിട്ട് നോർമൽ അഡീഷൻ ആണ്. 5 + 3 8 എന്ന് വരും. ഇവിടെ ഡെസിമൽ പ്ലേസ് ഉണ്ട്, അതുപോലെ ഇവിടെ ഇട്ടു. ഇനി 4 + 2 6 എന്ന് വരും. അപ്പൊ ഇത് 6.8 സെന്റിമീറ്റേഴ്സ് ലോങ് ലെങ്ത് ഉള്ള ഒരു ലൈനാണ് ഇപ്പൊ കിട്ടിയത്. A jar contains 3.5 liters of oil and 6.25 liters more is poured into it. How much oil does the jar contain now? അപ്പോൾ ഒരു ജാറിനകത്ത് 3.5 ലിറ്റേഴ്സ് ഓയിൽ ഉണ്ടായിരുന്നു. 3.5 ലിറ്റേഴ്സ് അതിലോട്ട് എത്രയും കൂടി ഒഴിച്ചു? 6.25 കൂടി ഒഴിച്ചു. അപ്പൊ 6.25. എന്നിട്ട് മൊത്തത്തിൽ എത്രയുണ്ടെന്നാ ചോദിക്കുന്നത്. അതായത് നമ്മൾ ഇവരെ ആഡ് ചെയ്യണം. ഇവിടെ നമ്മൾ ഡെസിമൽ പ്ലേസസ് നേരെ വെർട്ടിക്കലി മുകളിലും താഴെയായിട്ട് കിടക്കണം. ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയാല് ഇവിടെ 2.5 രണ്ട് ഡെസിമൽ പ്ലേസസ് ഇവിടെ ഉണ്ടല്ലോ ഈ നമ്പറിന്. പക്ഷെ ഇവിടെയോ ഒരു ഡെസിമൽ പ്ലേസേ ഉള്ളൂ. അപ്പൊ തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 0 അവിടെ ഇട്ട് കൊടുത്തേക്കാം. സീറോയ്ക്ക് അവിടെ വാല്യൂ ഒന്നുമില്ല, നമുക്ക് തെറ്റാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. അതൊരു കമ്പൽസറി സ്റ്റെപ്പ് ഒന്നുമല്ല. ഇനി 5 + 0 5 എന്ന് വരും. 5 + 2 7 എന്ന് വരും. ഇവിടെ ഡെസിമൽ പ്ലേസ് അതുപോലെ ഇട്ടു. 6 + 3 9 എന്ന് വരും. അപ്പൊ അവിടെ വന്നത് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പം 9.75 ലിറ്റേഴ്സ് ആണ് അതിനകത്ത് ഇപ്പം മൊത്തം ഉള്ളത്. The person bought 2.5 kilograms of rice, 2.5 kilograms of rice and 3.125 kilograms of vegetables. What is the total weight? എന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്യണം, അതാണ് കാര്യം. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു നമ്പറിൽ 3.125, അതായത് 3 ഡെസിമൽ പ്ലേസസ് ഇവിടെ ഉണ്ട്. പക്ഷെ ഫസ്റ്റ് നമ്പറിൽ ഒരു ഡെസിമൽ പ്ലേസേ ഉള്ളൂ. തെറ്റാതിരിക്കാൻ സീറോസ് കൊടുത്തേക്കാം. ഇനി ആഡ് ചെയ്യാം. 0 + 5 5, 0 + 2 2, 5 + 1 6 and finally ഡെസിമൽ പ്ലേസ് അതുപോലെ ഇട്ടു. ആൻഡ് 2 + 3 5. അപ്പൊ ഇത്രയും കിലോഗ്രാം ആണ് ടോട്ടൽ വെയിറ്റ് വന്നത്. Anu made an 8.5 meter long festoon and Sarah made a 7.8 meter long one to decorate their classroom for the school anniversary. What is the total length of the festoon they made? അപ്പോൾ ടോട്ടൽ എത്രയാണെന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഈ രണ്ട് ലെങ്ത്തും കൂടി ആഡ് ചെയ്യണം. അപ്പൊ ഇവിടെ രണ്ടുപേരുടെയും യൂണിറ്റ് ഒക്കെ സെയിം ആണ് കേട്ടോ, അതുകൊണ്ടാണ് അഡീഷൻ ഒക്കെ ഇത്ര എളുപ്പമായിട്ട് നമ്മൾ ചെയ്യുന്നത്. വൺ നമ്പർ ഈസ് 8.5 ആൻഡ് ദി അതർ നമ്പർ ഈസ് 7.8. രണ്ടും മീറ്ററിൽ തന്നെയാണ്. ജസ്റ്റ് ആഡ് ചെയ്യാം. അപ്പോ ഡെസിമൽസ് പോയിന്റ്സ് എപ്പോഴും വെർട്ടിക്കലി അലൈൻഡ് ആയിട്ട് ഇടണം. ഇനി 5 + 8 13 വന്നില്ലേ, ബാക്കി ക്യാരി ഇവിടെ ഉണ്ട്. ഇനി ഇപ്പം 1 + 7 8 ആവും, 8 + 8 16 വരും അല്ലേ. അപ്പൊ 16.3 മീറ്റർ ആണ് ടോട്ടൽ ലെങ്ത് കിട്ടിയത്. Amal needs 2.25 meters of cloth and Sagar 1.85 meters for school uniform. How many meters of cloth in all? അപ്പൊ ടോട്ടൽ എത്ര വേണമെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ 2.25 അതിന്റെ കൂടെ ആഡ് ചെയ്യാനുള്ളത് 1.85 കണ്ടോ, വെർട്ടിക്കലി അലൈൻഡ് ആയിട്ട് ഡെസിമൽസ് ഇട്ടു. ഇനി ആഡ് ചെയ്യാം. 5 + 5 10, 1 ക്യാരി ഉണ്ട്. 8 + 2 10, 10 + 1 11. അവിടെ ക്യാരി ഉണ്ട്, ആ ക്യാരി ഇങ്ങോട്ട് ഇട്ടു. അതിന്റെ ഇടയിൽ ഡെസിമൽ പ്ലേസ് അതേപോലെ അവിടെ അതേ പൊസിഷനിൽ ഇട്ടു. ഇനി 2 + 1 3, 3 + 1 4. അപ്പൊ 4.10 അല്ലെങ്കിൽ നമുക്കത് 4.1 എന്നും എഴുതാം. 4.1 meters ആണ് ടോട്ടൽ വേണ്ടി വരുന്നത്. A tin weighs 2.85 kilograms, 2.85 kilograms and it is filled with 12.5 kilograms, 12.5 kilograms of rice. ഇവിടെ രണ്ടും കിലോഗ്രാമിൽ തന്നെയാണ്. അപ്പൊ ഒറ്റയടിക്ക് ആഡ് ചെയ്യാം, ഒന്നും ചേഞ്ച് ചെയ്യേണ്ടി വരില്ല. 2.85 എഴുതി, 12.5 എഴുതി, ഡെസിമൽസ് കറക്റ്റ് ആയിട്ട് അലൈൻ ചെയ്തിട്ടു. വാട്ട് ഈസ് ദ ടോട്ടൽ വെയിറ്റ്, അതായത് നമ്മൾ ആഡ് ചെയ്യണം. ഇനി ഇവിടെ ഒരു ഡെസിമൽ പ്ലേസേ ഉള്ളൂ, പക്ഷെ മുകളിലുള്ള നമ്പറിന് രണ്ട് ഡെസിമൽ പ്ലേസ് ഉള്ളത് കൊണ്ട് ഒരു 0 ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു. 5 + 0 5 എന്ന് വന്നു. ആൻഡ് 8 + 5 13, ആ 3 ഇവിടെ കൊടുത്തു. 1 ക്യാരി ഉണ്ട്, ഡെസിമൽ പ്ലേസ് അതുപോലെ ഇങ്ങോട്ട് കൊടുത്തു. 1 + 2 + 2 എന്ന് പറയുമ്പോൾ അവിടെ 5 വന്നു ആൻഡ് ഇവിടെ ഒരു 1ഉം വന്നു. അപ്പൊ 15.35 kilograms ആണ് ടോട്ടൽ ഉള്ളത്.
Rakul walks 2.25 kilometers in the morning and 1.5 kilometers in the evening every day. What is the total distance she walks each day? അപ്പോൾ ഓരോ ദിവസം എത്ര ദൂരം ലൈക്ക് ടോട്ടൽ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്, ആഡ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് 2.25 ഉണ്ട് ആൻഡ് ദ ഈവനിങ് 1.5. ഇവിടെയും ഒരു ഡെസിമൽ പ്ലേസിന്റെ കുറവ് ഇവിടെ ഉണ്ടല്ലേ, ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കാം, ആഡ് ചെയ്യാം. 5 വരും, 2 + 5 7 വരും, 2 + 1 3 എന്ന് വരും. അപ്പോൾ 3.75 kilometers ആണ് total distance covered. Two small bottles contain 0.850 liter and 0.375 liter of honey. If both the bottles are emptied into a large bottle, how much honey does it contain? അപ്പം ഇവിടെ രണ്ട് ബോട്ടിലുള്ള ലിറ്ററിൽ തന്നെയാണ് തന്നിട്ടുണ്ട് ഹണി. അപ്പൊ 0.850, അതിന്റെ കൂടെ 0.375 ആണ് ആഡ് ചെയ്തത്. അപ്പൊ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം. ഇവിടെ 0 + 5 5 എന്ന് വന്നു, 5 + 7 12 എന്ന് വന്നു, ബാക്കി ക്യാരി ഇവിടെ എടുത്തു, ആൻഡ് 8 + 1 9, 9 + 3 12, അതിന്റെ ക്യാരി ഇവിടെ 1 ഉണ്ട്, ഡെസിമൽ പ്ലേസ് അതുപോലെ ഇങ്ങോട്ട് ഇട്ടു, ഈ പൊസിഷൻ ആയിരുന്നു. ഇനി ഇവിടെ 1 വന്നു. അപ്പൊ 1.225 ലിറ്റേഴ്സ് ആണ് ഇപ്പൊ ടോട്ടൽ ഉള്ളത്. ഈ പാർട്ടിലെ ക്വസ്റ്റ്യൻസ് എല്ലാം കുട്ടികൾക്ക് നന്നായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ തേർഡ് പാർട്ട് ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു.